നമസ്കാരം. ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ്, അതായത് നമ്മുടെ BSNL, ഒരു പുതിയ റിക്രൂട്ട്മെന്റ് വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തൊഴിലവസരത്തെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സീനിയർ എക്സിക്യൂട്ടീവ് ട്രെയിനി തസ്തികയിലേക്കാണ് നിയമനം. ആകെ 120 ഒഴിവുകളിലേക്കാണ് BSNL ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അറിയിപ്പിലെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി നമ്മളിതിനെ 6 ഭാഗങ്ങളായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ശരി, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ റിക്രൂട്ട്മെന്റിന്റെ ഒരു പൊതുവായ അവലോകനത്തിലേക്ക് കടക്കാം. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ കാണാം. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ്, അതായത് BSNL-ലാണ് ഈ അവസരം. തസ്തികയുടെ പേര് സീനിയർ എക്സിക്യൂട്ടീവ് ട്രെയിനി എന്നാണ്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. ഇനി നമുക്ക് ഒഴിവുകളുടെയും തസ്തികയുടെയും വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഈ പറഞ്ഞ 120 ഒഴിവുകൾ എങ്ങനെയൊക്കെയാണ് വിഭജിച്ചിരിക്കുന്നതെന്ന് നോക്കാം. ഈ ഒഴിവുകൾ പ്രധാനമായും 2 സ്ട്രീമുകളിലായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ടെലികോം സ്ട്രീമിൽ 95 പോസ്റ്റുകളും ഫിനാൻസ് സ്ട്രീമിൽ 25 പോസ്റ്റുകളുമാണുള്ളത്. ഈ പട്ടിക നോക്കിയാൽ നിങ്ങൾക്ക് ഓരോ വിഭാഗത്തിലെയും കാറ്റഗറി തിരിച്ചുള്ള സംവരണത്തിന്റെ കൃത്യമായ കണക്കുകൾ കാണാൻ സാധിക്കും. ടെലികോം, ഫിനാൻസ് സ്ട്രീമുകളിലെ SC, ST, OBC തുടങ്ങിയ ഓരോ കാറ്റഗറിയിലുമുള്ള ഒഴിവുകൾ ഇതിൽ വ്യക്തമായി നൽകിയിട്ടുണ്ട്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്: യോഗ്യതാ മാനദണ്ഡങ്ങൾ. ആർക്കൊക്കെയാണ് ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക എന്ന് നമുക്ക് നോക്കാം. ഇവിടെ 2 സ്ട്രീമുകളിലേക്കും വേണ്ട വിദ്യാഭ്യാസ യോഗ്യതകൾ വ്യത്യസ്തമാണ്. ടെലികോം സ്ട്രീമിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഇലക്ട്രോണിക്സ്, ടെലികമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ വിഷയങ്ങളിൽ കുറഞ്ഞത് 60% മാർക്കോടെ ഒരു BE അല്ലെങ്കിൽ BTech ബിരുദം വേണം. ഇനി ഫിനാൻസ് സ്ട്രീമിലാണെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അതായത് CA, അല്ലെങ്കിൽ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് CMA യോഗ്യതയാണ് ആവശ്യം. ഇനി പ്രായപരിധിയുടെ കാര്യം നോക്കാം. പൊതുവിഭാഗത്തിന് 21 മുതൽ 30 വയസ്സുവരെയാണ് പ്രായപരിധി. എന്നാൽ OBC വിഭാഗക്കാർക്ക് 33 വയസ്സുവരെയും SC/ST വിഭാഗക്കാർക്ക് 35 വയസ്സുവരെയും ഭിന്നശേഷിക്കാർക്ക് 40 വയസ്സുവരെയും സർക്കാർ നിയമങ്ങൾ അനുസരിച്ചുള്ള ഇളവുകൾ ലഭിക്കുന്നതാണ്. ഓക്കെ, അടുത്തതായി നമുക്ക് ശമ്പളത്തെക്കുറിച്ചും തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചും സംസാരിക്കാം. എത്രയായിരിക്കും ശമ്പളം, എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പ് എന്നൊക്കെ നോക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് E3 എന്ന IDA പേ സ്കെയിലിലായിരിക്കും നിയമനം. അതായത് പ്രതിമാസം 24,900 രൂപ മുതൽ 50,500 രൂപ വരെ ആയിരിക്കും നിങ്ങളുടെ പേ സ്കെയിൽ. ഇതിനു പുറമെ സർക്കാർ നിയമങ്ങൾ അനുസരിച്ചുള്ള മറ്റ് അലവൻസുകളും ലഭിക്കുന്നതാണ്. സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയെന്ന് നോക്കാം. ഇതിന് പല ഘട്ടങ്ങളുണ്ട്. ആദ്യത്തേത് ഒരു കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ, അതായത് CBT ആയിരിക്കും. ആവശ്യമെങ്കിൽ സ്കോർ നോർമലൈസേഷൻ ഉണ്ടാകും. അതിനുശേഷം മെറിറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. തുടർന്ന് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും അവസാനമായി മെഡിക്കൽ പരിശോധനയും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് എങ്ങനെയാണ് ഇതിന് അപേക്ഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് വിശദമായി നോക്കാം. അപേക്ഷിക്കുന്നതിന് മുൻപ് അപേക്ഷാ ഫീസിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ജനറൽ, OBC, EWS വിഭാഗങ്ങൾക്ക് 2,500 രൂപയും SC, ST, PWD വിഭാഗക്കാർക്ക് 1,250 രൂപയുമാണ് ഫീസ്. ഈ തുക നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിംഗ് വഴി ഓൺലൈനായി അടയ്ക്കാവുന്നതാണ്. ഇനി അപേക്ഷ സമർപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം തന്നെ BSNL-ന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.bsnl.co.in സന്ദർശിക്കുക. അവിടെ റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ കരിയർ എന്ന സെക്ഷൻ കണ്ടെത്തുക. സീനിയർ എക്സിക്യൂട്ടീവ് ട്രെയിനി വിജ്ഞാപനം തുറന്ന ശേഷം ഓൺലൈൻ അപേക്ഷാ ഫോം തെറ്റുകൂടാതെ പൂരിപ്പിക്കുക. ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്ത് അപേക്ഷാ ഫീസ് അടച്ച് അപേക്ഷ പൂർത്തിയാക്കുക. ശരി, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് പ്രധാനപ്പെട്ട തീയതികളും ലിങ്കുകളും. ഇതൊന്നും വിട്ടുപോകാതെ ശ്രദ്ധിക്കണം. ഈ റിക്രൂട്ട്മെന്റിന്റെ ടൈം ലൈൻ നമുക്ക് നോക്കാം. അപേക്ഷകൾ ഫെബ്രുവരി 5, 2026 ആരംഭിച്ച് മാർച്ച് 7, 2026 അവസാനിക്കും. അപേക്ഷയിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്താനുണ്ടെങ്കിൽ അതിനായി മാർച്ച് 8 മുതൽ 15 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയുടെ താൽക്കാലിക തീയതി മാർച്ച് 29, 2026 ആണ്. നിങ്ങൾക്കാവശ്യമായ എല്ലാ ലിങ്കുകളും ഇവിടെ നൽകുന്നു. ഔദ്യോഗിക വിജ്ഞാപനം ഡൗൺലോഡ് ചെയ്യാനും ഓൺലൈനായി അപേക്ഷിക്കാനും കൂടുതൽ വിവരങ്ങൾക്കുമായി BSNL-ന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാനും ഈ ലിങ്കുകൾ ഉപയോഗിക്കാം. അപ്പോൾ ഒരു അവസാനത്തെ ചോദ്യം:
നിങ്ങളുടെ യോഗ്യതകൾ ഉറപ്പുവരുത്താനും അപേക്ഷ തയ്യാറാക്കാനും നിങ്ങൾ ഔദ്യോഗിക വിജ്ഞാപനം വിശദമായി പരിശോധിച്ചു. അപേക്ഷിക്കുന്നതിനു മുൻപ് ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്.